നമസ്കാരം. ഞാനിപ്പോൾ ഋഷികേശിലുള്ളത്. ഋഷികേശിലെ രാംചൂല അതിൻ്റെ അടുത്തുള്ളത്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ചെറിയൊരു ക്ഷേത്രമാണ്. വലിയ ക്ഷേത്രമൊക്കെ മലേൻ്റെ മുകളിലാണ്, നീലകണ്ഠമൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൽ, ചെറിയ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയിട്ട്, കാരണം വലിയ ക്ഷേത്രം ഒക്കെ മണ്ണിടിഞ്ഞൊക്കെ വളരെ മോശം കാലാവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ എത്തിയത്. ഓഗസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേന് അടുപ്പിച്ചാണ് ഞാൻ വന്നത്. ഓഗസ്റ്റ് 14 ഇന്ന്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ മാത്രമേ എനിക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ. ഇങ്ങനത്തെ കുറേ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ, ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ വ്യൂസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമുക്ക് അടിപൊളി കാഴ്ചകൾ കാണാം. ഇതാണ് ഗംഗാ നദി, പവിത്രമായ ഗംഗാ നദിയാണിത്. ഇതിനടുത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. കാരണം ഇതാണ് രാംചൂല എന്ന് പറയുന്നത്. 3 ചൂലകളുണ്ട്. 3 തൂക്കുപാലം എന്നാണ് ചൂല എന്നറിയപ്പെടുന്നത്. അപ്പോൾ 3 ഉണ്ട്: രാംചൂല, ലക്ഷ്മൺ ചൂല, പിന്നെ ജാനകി ചൂല. ലക്ഷ്മൺ ചൂല തൽക്കാലം ക്ലോസ് ആണ്, അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ഇത് 2ാമത്തെ ചൂലയാണ്. ഋഷികേശ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഉത്തരാഖണ്ഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹോളി പ്ലേസ് ഒന്നാണ്. വാരണാസി ഒന്ന്, പിന്നെ ഈ ഋഷികേശ്, ബദ്രിനാഥ്, കേദാർനാഥ്, അങ്ങനത്തെ കുറേ 4 ധാമൊക്കെ ഉണ്ട്. അപ്പോൾ ഋഷികേശ് സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഹിമാലയത്തിൻ്റെ കേട്ടോ. പക്ഷെ ഞാൻ വന്ന സമയം വളരെയധികം മഴയുള്ള സമയമായിരുന്നു. ഇപ്പം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറൊക്കെ ഭയങ്കര മഴയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വരാതിരിക്കുക. അല്ലെങ്കിൽ കാഴ്ച കാണണമെങ്കിൽ മാത്രം വരണമെങ്കിൽ വന്നോളൂ. പക്ഷെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ജൂലൈ ഈ പാലൊക്കെ അവർ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും ഫോഴ്സായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ സാധ്യതയ്ക്കില്ല. ഇവിടെ ഹോളി പ്ലേസാണ്. ഇഷ്ടം പോലെ അമ്പലങ്ങളൊക്കെ ഉണ്ട്. The famous Choti Wala restaurant in Rishikesh and Hardwar. If you can see, the famous Choti Wala restaurant in Rishikesh. Over there also you can see there is another Choti Wala restaurant, and you can't differentiate which one is original or which one is fake. But yes, here traditional foods are served, pure vegetarian, and foods are very delicious. Yeah, thank you. My God, this is you can see the ferocious Ganga overflowing due to heavy rains. देखो, और खूबसूरत नज़ारा है और ferocious नज़ारा भी है. चिड़िया देखो ना कितना तेज़ी से बह रहा है. बाप रे, देखो ये मंदिर है और कितना तेज़ी से बह रहा है. मतलब ऐसा लग रहा है कि किसी ने पानी बहा दिया. അപ്പോൾ നമ്മളിപ്പോൾ ഋഷികേശിലുള്ളത്. ഋഷികേശിലെ രാംചൂലിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ചയാണ് കണ്ട്. എന്ത് ശക്തമായിട്ട് വരുന്ന വെള്ളം ഉണ്ടോ? ആരെങ്കിലും ഒരു പൈപ്പ് തുറന്നു വിട്ട പോലെയാണ്. എൻ്റെ പൊന്നെന്താ വെള്ളം. അതിൻ്റെ മുകളിലൊരു ചൂലയാണ്, തൂക്കുപാലം. ആ തൂക്കുപാലത്തിൻ്റെ എവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആണോ? ഒത്തി ഒഴുകുന്ന ആ സൈഡിലൊക്കെ ഘാട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ മുകളിലാണ് വെള്ളം കയറി. കണ്ടോ, ഇടിച്ച് കയറി. അത് വെള്ളപ്പൊക്കം പോലെ തന്നെ, കറക്റ്റ് വെള്ളപ്പൊക്കം പോലെ തന്നെ കാണാം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം.
हाँ चलिए. ഇതൊക്കെ ജനങ്ങൾ ഭക്തന്മാർ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ്. ആ വെള്ളം കംപ്ലീറ്റ് ഇതിലേക്ക് മുങ്ങിയിരിക്കുകയാണ്. എൻ്റെ പൊന്നും, ബിൽഡിംഗ് അടക്കം കൊണ്ടുവന്ന ആ ഒരു സ്റ്റേജാണുള്ളത്. അതിൽ ആ ഒരു ഇത് കണ്ട അത് അടക്കം വെള്ളം മുങ്ങി. ഷോ മൈ ഗോഡ്. ഇത് ഗംഗാ നദിയാണ് ഋഷികേശിലെ. കംപ്ലീറ്റ് ഒഴുകി. ഗംഗാ റിവർ ഋഷികേശ്. गंगा रिवर ऋषिकेश. ഇത് ഋഷികേശാണ്. ഇത് കാണുന്നത് ഗംഗാ നദിയാണ്. ഗംഗാ റിവർ ഋഷികേശ്. രാംചൂല. ഇവിടുത്തെ വെള്ളം കര കവിഞ്ഞൊഴുകയാണ്. കണ്ടോ ഇവിടെ മുഴുവൻ. ഇത് ശരിക്കും തീരെ അല്ല, എന്നാൽ ഇതിൽ അടിയിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്. താഴെ വരെ പോയിട്ട് ആളുകൾ കുളിക്കുന്ന സ്ഥലം. ഇപ്പം വെള്ളം ഇങ്ങനെ കയറിയിരിക്കും. പൊന്നോ, ഇതുകൊണ്ട് എത്ര ശക്തമായിട്ട് ഒഴുകുന്നു. കംപ്ലീറ്റ് മുങ്ങിപ്പോയി.